വൺ പീസ് ആനിമെ അറബാസ്റ്റ സാഗ 13-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. വെടിയേറ്റ കോസ പിറകിലേക്ക് മറിഞ്ഞു വീണു. വിവിക്ക് കണ്ടത് വിശ്വസിക്കാനായില്ല. റിബൽ ആർമി പകച്ചു നിന്നുപോയി. യുദ്ധം ചെയ്യരുത് എന്നാണ് വീഴുമ്പോഴും കോസ പറഞ്ഞുകൊണ്ടിരുന്നത്. ജനങ്ങൾ സങ്കടം സഹിക്കാനാവാതെ കരഞ്ഞുപോയി. കോസയെ വെടിവെക്കാൻ നിങ്ങൾക്ക് എന്ത് ധൈര്യം വന്നു? വിടരുതവരെ. ബറോക്ക് വക്സ് ആണ് അത് ചെയ്തതെന്ന് വിവി കണ്ടിരുന്നു. ചില ഭടന്മാരും. അവർ അയാളോട് കയർത്തു. കോസയ്ക്ക് ഒട്ടും തന്നെ വയ്യായിരുന്നു. അവൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല. പെട്ടെന്നൊരു മണൽക്കാറ്റ് പ്രത്യക്ഷപ്പെട്ട് അവിടമാകെ ആഞ്ഞടിച്ചു. ആ നഗരത്തിന്റെ മുഴുവൻ കാഴ്ച മറച്ചുകൊണ്ട് പൊടിമണൽ പരന്നു. അപ്പോൾ പെട്ടെന്ന് റിബൽ ആർമിയിലെ ആൾക്കാർ വെടികൊണ്ട് നിലത്ത് വീണു. അവരാക്രമിക്കാൻ തുടങ്ങി. ആ തെണ്ടികള്. ജനങ്ങൾ ആകമാനം കുപിതരായി. മണൽക്കാറ്റ് കാരണം റോയൽ ആർമിക്കും മുന്നിലുള്ളതൊന്നും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മണൽക്കാറ്റ് നഗരത്തിൽ മുഴുവൻ ചുറ്റിയടിച്ച് ആകാശമുട്ടായി ഉയർന്നിരുന്നു. അപ്പോൾ റോയൽ ആർമിയിലെ ആളുകൾക്കും വെടിയേൽക്കാൻ തുടങ്ങി. ഭടന്മാർ വിചാരിച്ചത് അത് റിബൽ ആർമിയാണെന്നാണ്. തോക്കുകൾ നിറയൊഴിച്ചു. ആർക്കും ചുറ്റുമുള്ളതൊന്നും കാണാൻ സാധിക്കുന്നില്ല. ആർക്കും തന്നെ ഒന്നും മനസ്സിലായില്ല. ഇരുവശങ്ങളിലും കടന്നു കയറിയ ബറോക്ക് വക്സ് ഏജന്റുകളുടെ ചെയ്തിയായിരുന്നു ഇത്. പരിഭ്രാന്തിയിലായ ജനങ്ങൾക്ക് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. എന്റെ പട്ടി കീഴടങ്ങും. വെള്ളക്കൊടി കാണിച്ച് ചതിക്കുന്ന നീചന്മാർ. റിബൽ ആർമിക്കാർ അകാരണമായുണ്ടായ സംഭ്രാന്തിയിൽ ആക്രമിക്കാൻ ആരംഭിച്ചു. ഉയരത്തിലുള്ള കൊട്ടാരത്തിന്റെ മുൻമുറ്റത്തിൽ നിന്നും നിസ്സഹായയായി നിന്ന വിവി തന്റെ ഉള്ള ശക്തിയിൽ പോരാട്ടം നിർത്താനായി ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഒച്ചപ്പാടിലും സംഭ്രമത്തിലും അവളുടെ വാക്കുകൾ മണൽത്തരികളാൽ കുഴിച്ചു മൂടപ്പെട്ടു. സമയം 4:15. ജനങ്ങൾ പരസ്പരം ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ യുദ്ധം പിന്നെയും പുനരാരംഭിച്ചു. കലാപം അഴിഞ്ഞാടി. മണൽക്കാറ്റ് പരിഭ്രാന്തിയുടെ ആഴം കൂട്ടി. അരിശത്തിന്റെയും കൊലവിളിയുടെയും അലർച്ചകൾക്കിടയിൽ വിവിയുടെയും കോസയുടെയും വാക്കുകൾ ഒന്നുമല്ലാതായി. ഇതുവരെ യുദ്ധം തടയാനായി ചെയ്തതെല്ലാം വെറുതെയായോ? അറബാസ്റ്റ എന്ന മഹാരാജ്യത്തിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു. വിവി നിസ്സഹായായിരുന്നു. അവളുടെ വിഫല ശ്രമം കണ്ട് നീക്കോ റോബിൻ പറഞ്ഞു, നീ നല്ലതുപോലെ പൊരുതി പെൺകുട്ടി. എന്നാൽ ഇനി നിന്റെ ശബ്ദം അവർ കേൾക്കില്ല. ക്രോക്കഡൈൽ ചാക്കയ്ക്കെതിരെ നിൽക്കുകയായിരുന്നു. എന്നാൽ ചാക്ക വീണു. ഓട് വിവി, ആ മനുഷ്യന്റെ അരികിൽ നിന്ന് രക്ഷപ്പെട്, കോബ്ര ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നാൽ വിവി ധൈര്യപൂർവ്വം ക്രോക്കഡൈലിനെതിരെ തന്നെ നിന്നു. ഇല്ല, ഈ മണൽക്കാറ്റ് ഇത് നീ ഉണ്ടാക്കിയതല്ലേ? അല്ലേന്ന്. ഇനി 15 മിനിറ്റിന് ശേഷമുള്ള ആക്രമണം എനിക്ക് നിർത്താനായാൽ എനിക്കിനിയും പലരെയും രക്ഷിക്കാനാവും, വിവി പറഞ്ഞു. ഞങ്ങളിത് ചെയ്താൽ കലാപം നിൽക്കും. ഞങ്ങളിത് ചെയ്താൽ കലാപം നിൽക്കും. അയാൾ വിവിയുടെ കഴുത്തിൽ കയറി പിടിച്ചുയർത്തി. ഉണരൂ രാജകുമാരി, നിന്റെ ആദർശവാദം എന്താ അസഹ്യമാണെന്നറിയുന്നു. അയാളുടെ ബലിഷ്ഠമായ കരങ്ങളിൽ നിന്നും വിവിക്ക് രക്ഷയുണ്ടായിരുന്നില്ല. ആദർശത്തെക്കുറിച്ച് പറയണമെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവ് വേണം. നിനക്കതിനുള്ള യോഗ്യതയില്ല. താൻ എന്ത് ചിന്തിച്ചാലും എനിക്കൊന്നുമില്ല. ഞാൻ എന്റെ ആദർശങ്ങൾ കൈവിടത്തുമില്ല. നിനക്കൊരു കാലത്തും മനസ്സിലാവില്ലത്. ഞാൻ ഈ രാജ്യത്തിന്റെ രാജകുമാരിയാണ്. നിന്നെപ്പോലുള്ള ഒരാളുടെ മുന്നിൽ ഞാൻ തോൽക്കില്ല. ഞാൻ ഈ രാജ്യത്തെ രക്ഷിക്കും. സ്ഫോടനം നടക്കാൻ ഇനി 15 മിനിറ്റ് കൂടി. മറ്റു നഗരങ്ങളിൽ നിന്നും കൂടി വരുന്ന റിബൽ ആർമിക്കാർ ഇവിടെ ഒത്തുകൂടും. ഒന്നിന് പിറകെ ഒന്നായി, സ്വന്തം വിധി എന്തെന്നറിയാതെ. വിവി അയാൾ ആ ഉയരം കൂടിയ മതിലിന് വെളിയിലേക്ക് പിടിച്ചു. റോയൽ ആർമിയോട് നടക്കാൻ പോകുന്ന ആ സ്ഫോടനത്തെക്കുറിച്ച് നീ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ, ഒരു പാനിക്കുണ്ടാകുമായിരുന്നുവെങ്കിലും നിനക്ക് ആയിരക്കണക്കിന് ജനങ്ങളെ രക്ഷിക്കാനാകുമായിരുന്നു. അരുത്, ദയവായിട്ട് നിർത്തൂ ക്രോക്കഡൈല്. കോബ്ര നിസ്സഹായനായിരുന്നു. അവസാനം എല്ലാവരെയും രക്ഷിക്കാനുള്ള നിന്റെ ആദർശം നീ ജീവന് തുല്യം സ്നേഹിക്കുന്നവരുടെ മരണത്തിലാണ് അവസാനിക്കാൻ പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളെല്ലാവരും എന്നെ അതിശയിപ്പിച്ചു. 2 വർഷം നീ ചെയ്ത ചാരവൃത്തി അഭിനന്ദാർഹമാണ്. പക്ഷെ എന്തൊക്കെ തന്നെ ചെയ്തിട്ടും പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും തടയാനായില്ല. കലാപം നിർത്തണം. രാജ്യത്തെ രക്ഷിക്കണം. നിന്റെ മൂല്യഹീനമായ ആദർശവാദം അനാവശ്യമായ ഇരകളെ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിനക്ക് ഈ രാജ്യത്തെ രക്ഷിക്കാനാവില്ല. ഗുഡ് ബൈ പ്രിൻസസ്. ക്രോക്കഡൈലിന്റെ കൈ മണലായി മാറി. വിവി താഴേക്ക് വീണു. അയാൾ അട്ടഹസിച്ചു. അപ്പോൾ ക്രോക്കഡൈൽ ആകാശത്തെന്തോ കണ്ടു. പക്ഷിയാണോ? അല്ല, അത് പെല്ലിന്റെ പുറത്ത് കയറി പറന്നു വരുന്ന ലൂഫിയായിരുന്നു. ക്രോക്കഡൈലിനെ കണ്ടത് വിശ്വസിക്കാനായില്ല. ലൂഫിയെ ഉറക്കെ വിളിച്ചു. എല്ലാവരും അത് കണ്ടു. പെല്ല് ഊളിയിട്ട് താഴേക്ക് പറന്നു. താഴേക്ക് അതിവേഗം പറന്ന പെല്ല് വിവി നിലത്ത് വീഴും മുന്നേ അവളെയും രക്ഷിച്ച് പറന്നുയർന്നു. ലൂഫി അവളെ ചേർത്ത് പിടിച്ചു. ലൂഫി സാൻ, പെല്ല്
ഇനി അധികം സമയമില്ല. സ്ക്വയറിൽ സ്ഫോടനം നടക്കും. എന്റെ ശബ്ദം ആരും കേൾക്കുന്നില്ല. ഇങ്ങനെ പോയാലേ ഈ രാജ്യം. അവൾ കരഞ്ഞുപോയി. പേടിക്കണ്ട, നിന്റെ ശബ്ദം ഞങ്ങൾ കേട്ടല്ലോ. സോറ ഓടുകയായിരുന്നു. പിന്നെ ഞാൻ പറയുക, എന്റെ മുറിവൊക്കെ നിന്റേതിലും വലുതാ. നീ ഒരാണല്ലേ, ഇങ്ങനെ കിടന്ന് മോങ്ങാതെ. എന്റെ കാലിനാ മുറിവ്, നിൽക്കാൻ പറ്റില്ല, അറിയുവോ? ആ, തല കറങ്ങുന്നേ എന്ന് നാമി. പച്ചക്കള്ളം! സോറോ നാമിയെയും തോളിലേറ്റി കൊട്ടാരത്തിലേക്ക് കുതിച്ചു. കൊട്ടാരത്തിന്റെ ചുവട്ടിൽ ലൂഫി സ്പീഡിൽ കൈ കറക്കാൻ തുടങ്ങി. അവന്റെ പുറത്തൊരു ബാരലും ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചോണം ലൂഫി കുൻ, പെല്ലു പറഞ്ഞു. ഞാൻ ഒത്തിരി ഇറച്ചി കഴിച്ചു, അതുകൊണ്ട് എനിക്ക് ഒത്തിരി ചോരയുണ്ടിപ്പോൾ. ലൂഫി വാമപ്പ് കഴിഞ്ഞ് റെഡിയായി. മുകളിൽ നിൽക്കുന്ന ക്രോക്കഡൈലിന് നേരെ അവൻ നോക്കി. ഞാൻ ഒരിക്കൽ കൂടി തോൽക്കില്ല. ആ ക്വിക്സാൻഡിൽ നിന്ന് നീ ആ മുറിവും കൊണ്ട് എങ്ങനെ രക്ഷപ്പെട്ടു? ക്രോക്കഡൈലിന് മനസ്സിലായില്ല. ഓടി വരുന്ന ചോപ്പർ ലൂഫിയെ കണ്ടു. ലൂഫിക്ക് ജീവനുണ്ട്. എന്നാ ലൂഫി? വിവിയും എവിടെ ഉണ്ടെന്ന് ചോപ്പർ. ലൂഫി തന്റെ കൈ മുകളിലേക്ക് നീട്ടി. കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു എന്ന് ഉസോബ്. ശരിയാ, പിന്നെ എന്താ അറിയാമായിരുന്നുവെന്ന്? അത് പറഞ്ഞ് സാഞ്ചിയും അടിമയും കൂടി അവിടേക്ക് വന്നു. അയ്യോ, എന്തു പറ്റി വിവിച്ചാൻ? ഇത്രയും മുറിവൊക്കെ? അപ്പൊ നാമി ഉസോബിനെ തലക്കിട്ടൊരു കൊട്ടു വെച്ചു കൊടുത്തു. ഉസോപ്പേ! നാമിയും സോറോയും കൂടി അവിടെ എത്തി. സർക്കസ് കളിക്കാനാണോ നിന്നോട് ആയുധം ഉണ്ടാക്കാൻ പറഞ്ഞത്? അവൾ കലിപ്പ്. എടി തെണ്ടി, നിനക്ക് നിൽക്കായിരുന്നു അല്ലേ? അടിപൊളി അറ്റാക്ക് ഉണ്ടായിരുന്നല്ലോ അതില്. ഇല്ലേ? നിന്റെ കാര്യം ഞാൻ പിന്നെ ഡീൽ ചെയ്തോളാം. നാമി എന്നിട്ട് വിവിയോട് ചോദിച്ചു. വിവി, എന്താ ഇവിടെ നടക്കുന്നത്? ഈ മണൽക്കാറ്റൊക്കെ? അതിന്റെ ഇടയ്ക്ക് സാഞ്ചി സോറോയോട് കളിച്ചു. എടാ തെണ്ടി, നാമി സാൻ എങ്ങനെയാടാ മുറിവ് വന്നത്? പിന്നെ ഞാനങ്ങ് അവക്കൊരു കുഴപ്പമില്ല എന്ന് സോറോ ലൂഫിയുടെ കൈ നീണ്ടു. അവൻ സ്ട്രോഹാറ്റുകളോട് പറഞ്ഞു, സോറി, ഞാൻ ഒരു തവണ അവനോട് തോറ്റുപോയി. അതുകൊണ്ട് ഇനി ഞാൻ തോൽക്കില്ല. ഇവിടുത്തെ കാര്യം നിങ്ങൾ നോക്കിക്കൂ. നിനക്ക് ജയിക്കാനായില്ലെങ്കിൽ പിന്നെ ആര് എന്ന് ഉസോബ്. ലൂഫി ഉറക്കെ പറഞ്ഞു, ഇതിനെല്ലാം ഞാനൊരു അവസാനം കൊണ്ടുവരും. എല്ലാവരും ഊർജ്ജസ്വലരായി. വിവി ആനന്ദാശ്രു അണിഞ്ഞു. ഉടനെ തന്നെ ലൂഫി കൊട്ടാരത്തിന്റെ മുകളിലേക്ക് കുതിച്ചു. എത്ര തവണ നീ ശ്രമിച്ചാലും എന്റെ രോമത്തിൽ പോലും നിനക്ക് തൊടാനാവില്ല. ചാകാൻ തയ്യാറായിക്കോ. മുകളിലേക്ക് പറന്നെത്തിയ ലൂഫി ഇടിക്കാനായി മുഷ്ടി ചുരുട്ടി. ക്രോക്കഡൈൽ പുച്ഛത്തോടെ ചിരിച്ചു. എന്നാൽ ലൂഫി അവന്റെ മോന്തക്കിട്ട് തന്നെ ശക്തിയായി ഒരു ഇടി കൊടുത്തു. ക്രോക്കഡൈൽ തെറിച്ചു പോയി വീണു. ലൂഫി തന്റെ കാൽ കറക്കി അടുത്ത അറ്റാക്കിന് റെഡിയായി. അതാരാണ്? കോബ്രയ്ക്ക് അതിശയം. ഉടനെ ലൂഫി കൈനീട്ടി ക്രോക്കഡൈലിന്റെ തോളിൽ പിടിച്ചിട്ട് ശരീരം വട്ടത്തിൽ കറക്കി. ചുറ്റും വെള്ളത്തുള്ളികൾ ചിതറി. അവൻ ശരിക്കും ഗമഗമന ബസ്സോ എന്ന അറ്റാക്ക് കൊണ്ട് ലൂഫി കുതിച്ചു. ക്രോക്കഡൈൽ ഭയന്നുപോയി. കുതിച്ചു വന്ന ലൂഫി ക്രോക്കഡൈലിന്റെ തലക്കെട്ട് തന്നെ തന്റെ തല കൊണ്ട് ശക്തിയായി ഇടിച്ചു. ക്രോക്കഡൈൽ പിറകിലേക്ക് പോയി വീണു. അവൻ ക്രോക്കഡൈലിനെ ഇടിച്ചു. കോബ്രയ്ക്ക് വിശ്വസിക്കാനായില്ല. ക്രോക്കഡൈൽ അടികൊണ്ട് നിലത്ത് കിടന്നു. നീക്കോ റോബിന് അത് അതിശയമായിരുന്നു. എണീക്കടാ ക്രോക്കഡൈലെ! ആ സമയത്ത് നിന്റെ കയ്യിൽ വീണ വെള്ളം എനിക്ക് യൂബയിൽ നിന്ന് കിട്ടിയ വെള്ളം. അത് കാരണം വെള്ളം നനഞ്ഞാൽ നിനക്ക് മണലാകാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. ലൂഫി പുറത്തു വെച്ച് കിട്ടിയ ബാരലിൽ നിന്നും വെള്ളം ചീറ്റിച്ച് ദേഹം മുഴുവൻ നനച്ചു. നീ മഴയില്ലാതാക്കിയതിന് കാരണം എനിക്ക് വെള്ളം പേടിയായത് കൊണ്ടല്ലേ? അല്ലേ? ഇനി എനിക്ക് നിന്നെ ഇടിക്കാം. നമ്മളുടെ പോരാട്ടം ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. എണീക്കടാ ക്രോക്കഡൈലെ, പന്ന മോതലെ! ക്രോക്കഡൈൽ എണീറ്റിരുന്ന് ചിരിച്ചു. അതൊരു അട്ടഹാസമായി മാറി. സ്ട്രോഹാറ്റുകളെല്ലാം കൊട്ടാരത്തിന് താഴെ ഉണ്ടായിരുന്നു. എന്നാന്ന് 10 മിനിറ്റിനുള്ളിൽ സ്കോറിലേക്ക് പീരങ്കി ഉണ്ട വീഴുമെന്നു? അതെ, 4:30-ക്കാണ് അത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെന്ന് വിവി. സമയം 4:15 കഴിഞ്ഞിരുന്നു. അത് പൊട്ടിക്കഴിഞ്ഞാല് 5 കിലോമീറ്റർ വ്യാസത്തിൽ ആരും തന്നെ ജീവനോടെ കാണില്ല എന്നാണ് ക്രോക്കഡൈൽ പറഞ്ഞത്. 5 കിലോമീറ്റർ ഡയമീറ്റർ അല്ലേ? അപ്പോ ട്രിബൽ ആർമിക്കാരും റോയൽ ആർമിക്കാരും മരിക്കില്ലേ എന്ന് ചോപ്പറും. ആ നശിച്ച മുതല! നമ്മൾ ഇനി എന്നാ ചെയ്യുമെന്ന് ഉസോപ്പ്. പീരങ്കി പൊട്ടിക്കുന്നവനെ കണ്ടെത്തണമെന്ന് സോറോ. എന്നാ? അങ്ങനെ നമ്മൾക്ക് ആക്രമണം തടയാം. അപ്പൊ എങ്ങനെയാ പുള്ളിയെ കണ്ടെത്തുമെന്ന് ഉസോപ്പ് ചോദിച്ചു. അതും 10 മിനിറ്റിനുള്ളിൽ. ചിന്തിക്കാനൊന്നും സമയമില്ലെന്ന് സോറോ. അപ്പോൾ ഉസോപ്പ് പറഞ്ഞു, 5 കിലോമീറ്റർ ഡയമീറ്റർ ആണെങ്കിൽ അയാൾ ഏകദേശം 2.5 കിലോമീറ്റർ ദൂരത്തെവിടെയോ ഉണ്ട്. വിവി ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, അല്ല, പീരങ്കി പൊട്ടിക്കുന്നയാള് സ്ക്വയറിന്റെ അടുത്ത് തന്നെ കാണും. എന്നാ? എന്തിനി? അപ്പൊ അയാളും അതിന്റെ കൂടെ കത്തിപ്പോവില്ലേ എന്ന് ഉസോപ്പ് ചോദിച്ചു. അപ്പൊ അങ്ങനത്തെ ഒരാളാണല്ലേ ക്രോക്കഡൈല് എന്ന് നാമി. സ്വന്തം ആൾക്കാർ ചത്താലും ആ ക്രൂരനൊന്നും ഇല്ലേ? ചോപ്പറിന് വിശ്വസിക്കാനായില്ല. വാ, പെട്ടെന്ന് പോയേക്കാം. പെട്ടെന്ന് അവരെ പിറകിൽ നിന്നും വിവി ആക്രമിക്കാനായി വന്നു. എന്നാൽ സാഞ്ചിയും സോറയും ഉടനടി അവരെ അടിച്ച് നിലത്തിട്ടു. നോക്കിയപ്പോൾ ധാരാളം ബറോക്ക് വർക്സ് ഏജന്റുകൾ വിവിയെ കൊല്ലാനായി തയ്യാറായി നിൽക്കുന്നു. 10 മിനിറ്റ് മൈനസ് എത്ര സെക്കൻഡ് കൂടിയാ എന്ന് സാഞ്ചി. ഓയ് സംസാരിച്ച് സമയം കളയുവാന്ന് സോറോ. 2 സെക്കൻഡ്.
നാമി, ഉസോപ്പും ചോപ്പറും വിവിയും പെല്ലും പീരങ്കി കണ്ടെത്താനായി മുന്നേ കുതിച്ചു. സാഞ്ചിയും സോറയും ബറോക്ക് വർക്സ് ഏജന്റുകളെ നേരിടാനും. എല്ലാവരും വെവ്വേറെ വഴിക്ക് പോകും, എന്നാണേലും ആദ്യം ഈ മണൽക്കാറ്റിൽ നിന്നും പുറത്തു കടക്കണം. അവരെല്ലാം പല വഴിക്ക് പിരിഞ്ഞു. സോറയും സാഞ്ചിയും അവന്മാരെ തോൽപ്പിച്ചിട്ട് അന്വേഷിക്കാൻ ഓടി. 10 മിനിറ്റ് കൂടി, അതാണ് അവസാന ചാൻസ്. ഈ രാജ്യത്തിന്റെ വിധി അടുത്ത 10 മിനിറ്റുകൾ തീരുമാനിക്കും, വിവി ചിന്തിച്ചു. ക്രോക്കഡൈൽ അട്ടഹസിച്ചു. ലൂഫി സ്ട്രോ ഹാറ്റ് മാറ്റിയിട്ടു. എന്നെ തോൽപ്പിക്കാൻ പറ്റുമെന്നാണെന്ന് വിചാരിച്ചത്? ആ, നിനക്കിനി മണ്ണാകാൻ പറ്റില്ലല്ലോ. നീ അത് മനസ്സിലാക്കിയെടുത്തതിൽ ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു, പ്രത്യേകിച്ച് നീ ചാകാൻ കിടന്നപ്പോൾ. പക്ഷെ അതൊന്നും നിന്നെ എന്റെ തരത്തിൽ കൊണ്ടെത്തിക്കില്ല, അതും കടലിന്റെ 7 വാർലോഡുകളിൽ ഒരാളായ എന്റെ തരത്തിൽ. നീ കടലിന്റെ 7 വാർലോഡുകളിൽ ഒരാളാണെങ്കിൽ എനിക്കെന്നാ? എന്നാ ഞാൻ കടലിന്റെ 8ാമത്തെ വാർലോഡുകളിൽ ഒരാളാ. ഇയാൾ ആരാണ്? കോബ്രയ്ക്ക് അത്ഭുതം. അവനൊരു പൈലറ്റാണ്, നീക്കോ റോബിൻ പറഞ്ഞു. നിങ്ങൾ കേട്ടില്ലായിരുന്നു? തോന്നുന്നത് രാജകുമാരി ഒരിക്കൽ കൂടി മരണത്തെ അതിജീവിച്ചെന്നാണ്. അപ്പോൾ അവനാണോ വിവിയെ ഈ രാജ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്? ലൂഫി ഉടനെ തന്നെ ഗമഗമനോ പിസ്റ്റൾ കൊണ്ട് ആക്രമിച്ചു. നിന്റെ അറ്റാക്ക് ഞാൻ ഡോഡ്ജ് ചെയ്താലോ? ക്രോക്കഡൈൽ അത് ഒഴിഞ്ഞു മാറിയിട്ട് ലൂഫിയുടെ കയ്യിൽ പിടിച്ചു. നനവുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ വലത്തെ കൈക്ക് എല്ലാ തരത്തിലുള്ള ദ്രാവകങ്ങളും അബ്സോർവ് ചെയ്യാൻ പറ്റും. ലൂഫിയുടെ കൈ വരണ്ടുണങ്ങി. നാശം, ഈ തെണ്ടിക്ക് പവർ ഉണ്ടെന്ന കാര്യം ഞാൻ വിട്ടുപോയി. ലൂഫി ഉടനെ ക്രോക്കഡൈലിന് നേരെ ഓടി അയാളെ ചവിട്ടി. എന്നാൽ അയാൾ മണലായി മാറി. ലൂഫി തെറിച്ചുപോയി. എന്നിട്ട് അവൻ വെള്ളം കുടിച്ച് കൈ പൂർവ്വസ്ഥിതിയിലാക്കിയിട്ട് ലാൻഡ് ചെയ്തു. നീ എന്നോട് പറഞ്ഞതല്ലേ? ലൂഫി തലവഴി വെള്ളം ഒഴിച്ചു. ഡെവിൾ ഫ്രൂട്ട് പവർ ഉപയോഗിക്കുന്ന രീതി കൊണ്ട് ശക്തനാകാമെന്ന് ലൂഫി പിന്നെയും ഗമഗമനെ പിസ്റ്റൾ കൊണ്ട് ആക്രമിച്ചു. എന്നിട്ട് അവൻ കൈ റബ്ബർ ബാൻഡ് പോലെ വലിച്ചു വിട്ടു. കൈ കിടന്ന് പൊളയാൻ തുടങ്ങി. അവന്റെ പഞ്ച് പല രീതിയിൽ പോകാനും ക്രോക്കഡൈൽ ഞെട്ടിപ്പോയി. അയാൾ അത് പിറകിലേക്ക് ചാടി ഡോഡ്ജ് ചെയ്തു. ഉടനെ ക്രോക്കഡൈൽ ഡെസേർട്ട് സ്പാഡ എന്ന അറ്റാക്ക് കൊണ്ട് ആക്രമിച്ചു. ബ്ലേഡ് പോലെ ഭൂമി വിളർത്തി വന്ന് അത് ലൂഫി ഡോഡ്ജ് ചെയ്തു. കൊട്ടാരമുറ്റത്തിൽ ഒരു വലിയ വിള്ളലുണ്ടായി. പെട്ടെന്ന് തന്നെ ലൂഫി കൈ പിറകിലേക്ക് നീട്ടി മറ്റൊരു ആക്രമണത്തിനായി കുതിച്ചു. നീ പിന്നെയും ഒരേ ടെക്നിക്ക് തന്നെ ഉപയോഗിക്കുവാണോ? നിനക്ക് ജയിക്കണമെന്നില്ലേ? ലൂഫിയുടെ ഇടിക്കാൻ നീട്ടിയ കൈ ക്രോക്കഡൈലിന്റെ അരികിൽ വരെ എത്തി. എന്നിട്ട് അവൻ സ്വന്തം ശരീരം അങ്ങോട്ട് വലിച്ചടിപ്പിച്ച് അയാളുടെ മോന്തക്കെട്ട് തന്നെ നല്ലൊരടി കൊടുത്തു. അയാൾ മുഖമിടിച്ച് നിലത്ത് വീണു. തുടക്കം മുതലേ എന്റെ ലക്ഷ്യം ഇതാണ്, നനയാൻ സമയമായടാ. ലൂഫി എന്നിട്ട് ബാരൽ ക്രോക്കഡൈലിന് നേരെ എറിഞ്ഞു. സ്വാഭാവികം. അയാൾ തന്റെ കയ്യിൽ മണൽ ചുഴലി ഉണ്ടാക്കി. ബാരലും ലൂഫിയും പറത്തിക്കളഞ്ഞു. അത് വലിയൊരു ചുഴലിക്കാറ്റായി മാറി. പറന്നുപോയ ലൂഫി കൈ നീട്ടി ബാരൽ പിടിച്ചിട്ട് മതിലിൽ വന്ന് ലാൻഡ് ചെയ്തു. നീ വല്ലാണ്ട് കഷ്ടപ്പെടുവാണല്ലോ മുഗിവാറാനോ ലൂഫി. ആ വീപ്പയില്ലാതെ നിനക്കൊന്നും ചെയ്യാനാവില്ല. നമ്മളുടെ ആദ്യത്തെ പോരാട്ടത്തിൽ നിന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല, ക്രോക്കഡൈൽ പറഞ്ഞു. അതെ, ഇങ്ങനെ പോയാല് വ്യത്യാസം വരില്ല. ലൂഫി കാണിക്കുന്നത് കണ്ട് ക്രോക്കഡൈലിന് അരിശം വരാൻ തുടങ്ങി. കോബ്രയ്ക്ക് കാണുന്നത് വിശ്വസിക്കാനായില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇനി ഞാൻ മുൻപത്തെ പോലെ അല്ല എന്ന് ലൂഫി. നീ സീരിയസ് ആയിട്ടാണോ? വാട്ടർ ലൂഫി. ലൂഫി ആ വീപ്പയിലെ വെള്ളമെല്ലാം കുടിച്ച് വയറ് വീർത്ത് ഒരു വീപ്പ പോലെ തന്നെ ആയിരുന്നു. അപ്പൊ വയറ് ലീക്കാകാൻ തുടങ്ങി. ഈ ചെക്കൻ സീരിയസ് ആയിട്ടാണോ? ക്രോക്കഡൈൽ അത് കണ്ട് ചിന്തിച്ചു. ലൂഫിയുടെ വായിൽ കൂടിയും വെള്ളം പുറത്തു വരാൻ തുടങ്ങി. എന്നാൽ അവൻ അത് പിടിച്ചു നിർത്തി തിരിച്ചു വിഴുങ്ങി. അയ്യോ, ഇത്രയും വെള്ളം കുടിക്കരുതിരി. ലൂഫിയുടെ പരിപാടിയൊക്കെ കണ്ട് നീക്കോ റോബിൻ പൊട്ടിച്ചിരിച്ചു. ക്രോക്കഡൈലിന് ആകപ്പാടെ അരിശം കയറി. ഇവിടെ എന്താ നടക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ലേ? മണ്ടം കളിക്കാതെ പീറ ചെക്ക. ക്രോക്കഡൈൽ ലൂഫി ആക്രമിക്കാൻ കുതിച്ചു. അത് കണ്ട് ലൂഫി പമ്പ് പോലെ കൈ അനക്കി വായിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ക്രോക്കഡൈലിന് നേരെ തുപ്പി. വെള്ളം അയാളെ ഇടിച്ചു. ക്രോക്കഡൈൽ മുഴുവൻ നനഞ്ഞു പോയിരുന്നു. മോശം. ലൂഫി ഉടനെ കൈ നീട്ടി. ആരാടാ മണ്ടം കളിക്കുന്നത്? ഞാൻ എപ്പോഴും സീരിയസാ. ഗമഗമനോ ബസൂക്ക കൊണ്ട് ലൂഫി ശക്തിയായി ക്രോക്കഡൈലിന്റെ വയറ്റിലിടിച്ചു. ക്രോക്കഡൈൽ ചോര തുപ്പി തെറിച്ചു പോയി വീണു. എങ്ങനെ ഉണ്ടടാ ഇപ്പോ മണല് മുതലേ? കോബ്രയ്ക്ക് കണ്ടത് വിശ്വസിക്കാനായില്ല. ആരാണ് ഈ പയ്യൻ? അയാൾ അത്ഭുതപ്പെട്ടു. അവനെ കുറിച്ച് ഓർത്ത് അത്ഭുതപ്പെടാനുള്ള സമയമല്ലത് കോബ്ര. അത് പറഞ്ഞിട്ട് നീക്കോ റോബിൻ തന്റെ ശക്തി ഉപയോഗിച്ച് കോബ്രയെ തറച്ചു വെച്ച ആണി ഊരിയെടുത്തു. ഇനി ഓണിഗ്ലിഫിലേക്കുള്ള വഴി കാണിക്കൂ. അത് കണ്ടിട്ട് നിനക്കെന്ത് ചെയ്യാനാണ്? കോബ്ര ചോദിച്ചു. എന്നാൽ നീക്കോ റോബിൻ അയാളുടെ കൈ പിറകിൽ പിടിച്ച് ബന്ധനസ്ഥനാക്കി. നല്ല വേദനയെടുത്ത കോബ്ര വീണു. അർത്ഥശൂന്യമായ ചോദ്യം ചോദിക്കരുത്, എനിക്ക് അവിടേക്കുള്ള വഴി മാത്രം കാണിച്ചു തന്നാൽ മതി. എന്നിട്ട് അവൾ ലൂഫിയെ നോക്കി. ലൂഫി തിരിച്ചു. നിന്റെ ഭാഗ്യം തീരാറായെന്നാ തോന്നുന്നത്. ഇനി അധികം സമയം ബാക്കിയില്ല.
ക്രോക്കഡൈൽ എണീറ്റു. അയാൾ പറഞ്ഞു, നിനക്ക് ഉണങ്ങി മരിക്കണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടെ നിന്ന് പോ നീക്കോ റോബിൻ. എന്റെ ക്ഷമ നാശിച്ചിരിക്കുന്നു. നീക്കോ റോബിനോ? തീർച്ചയായും. അവൾ കോബ്രയെയും കൂട്ടി അവിടെ നിന്ന് പോയി. അപ്പോൾ ക്രോക്കഡൈൽ കൈ നിലത്തു കുത്തി. ഇത് നല്ലതുപോലെ കേട്ടോ മൂഗിവാറ, ഈ ഭൂമിയിലെ എല്ലാ കല്ലും തകർക്കാനാവും. അപ്പോൾ അവിടുത്തെ നിലം മണലാകാൻ തുടങ്ങി. ഭൂമി തകർന്നു തുടങ്ങി. ജലം നഷ്ടപ്പെട്ട് പുല്ലുകൾ ഉണങ്ങി, മരം ഉണങ്ങി, നിലം പൊടിയായി മാറുന്നു. ഇതെന്തു കുന്തം! ലൂഫി നിന്നിടത്ത് ഭൂമി ഇടിഞ്ഞ് താഴേക്ക് പോയി. എന്നാൽ ലൂഫി കാല് സ്പ്ലിറ്റ് ചെയ്ത് താഴെ പോകാതെ പിടിച്ചു നിന്നു. അയ്യോ, ജസ്റ്റ് മിസ്! എന്നിട്ട് അവൻ ക്രോക്കഡൈലിന് നേരെ വെള്ളം തുപ്പി. എന്നാൽ ക്രോക്കഡൈൽ വലത്തെ കൈ മുന്നോട്ട് നീട്ടിയിട്ട് ആ വെള്ളമെല്ലാം കയ്യിൽ കൂടി വലിച്ചെടുത്തു. അവന്റെ കൈ അതെല്ലാം വിഴുങ്ങിയോ? ലൂഫിക്ക് വിശ്വസിക്കാനായില്ല. നീ എന്റെ ശക്തി കളഞ്ഞെന്നാണ് ഓർത്തത് വാട്ടർ ലൂഫി. നിനക്ക് തെറ്റുപറ്റി. മണലിന്റെ യഥാർത്ഥ ശക്തി നിർജ്ജലീകരണമാണ്. നോക്ക്. അയാൾ കൈകൾ നിലത്തുകുത്തി. എന്റെ വലത്തെ കൈ ജലം വലിച്ചെടുക്കും. അതിനൊരു പരിധിയില്ല. അയാൾ പിന്നെയും ശക്തി പ്രയോഗിച്ചു. എന്തൊക്കെയോ നടക്കുന്നു. ഉടനെ ഭൂമിയിലെ ഗർത്തങ്ങളിൽ നിന്നും മണൽ തെറിച്ചു. അവിടുത്തെ ബിൽഡിങ്ങുകളും പ്രതിമകളും മണലിൽ താഴ്ന്നു പോകാനും. കല്ലും പ്രതിമയും മണലാകാൻ തുടങ്ങി. ഈ സ്ഥലം മുഴുവൻ മരിക്കുന്നു. അയ്യോ, എന്റെ ചെരുപ്പം മണലായി. ഈ കൈയുമായി കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാം മണലായി മാറും. ക്രോക്കഡൈൽ പവർ കൂട്ടി ആക്രമിച്ചു. റോബിൻ കോബ്രയെയും കൊണ്ട് നടക്കുകയായിരുന്നു. നീക്കോ റോബിൻ, അതാണോ നിന്റെ യഥാർത്ഥ പേര്? കോബ്ര ചോദിച്ചു. ആണെങ്കിൽ എന്താ? അതറിഞ്ഞിട്ട് നിങ്ങൾക്കൊരു കാര്യവുമില്ലല്ലോ. 20 വർഷം മുന്നേ ഈ ലോകം മുഴുവൻ പ്രശസ്തയായ പെൺകുട്ടി. നീ എന്താ ഇപ്പോ ഇവിടെ? താങ്കൾ പോണഗ്ലിഫിലേക്കുള്ള വഴി മാത്രം കാണിച്ചു തന്നാൽ മതി. എന്നാൽ അവർ പെട്ടെന്ന് നിന്നു. അവരുടെ മുന്നിൽ ടാഷികയും നേവിക്കാരും നിൽപ്പുണ്ടായിരുന്നു. നല്ല ടൈമിംഗ്. നിങ്ങൾ ഇപ്പോഴാണ് വരുന്നത്. നേവി, വഴിയിൽ നിന്ന് മാറ്. ഞങ്ങൾ ധൃതിയിലാണ്, റോബിൻ ആജ്ഞാപിച്ചു. ഇല്ല, ഇവിടെ അലുബർണിയിൽ നടക്കുന്നതെല്ലാം ഞാൻ അറിഞ്ഞു. നിന്റെ കൂടെ ഉള്ളതാരാണെന്ന് നിനക്കറിയുമോ? ടാഷിക ചോദിച്ചു. ഇതാരാണെങ്കിലും എന്താ, എനിക്ക് ഗവൺമെന്റിലുള്ള ആൾക്കാരെ ഇഷ്ടമല്ല. എന്റെ വഴിയിൽ നിന്ന് മാറിയില്ലെങ്കിൽ വഴി തരാൻ ഞങ്ങൾക്കൊരു ഉദ്ദേശവുമില്ലെന്ന് ടാഷികി. എന്നാൽ എനിക്ക് നിങ്ങളെ കൊല്ലേണ്ടി വരും. നിക്കി നേവി, എന്റെ കാര്യം നിങ്ങൾ നോക്കേണ്ട. കൃത്യം 4:30 റിബല്യൻ നടക്കുന്ന സ്ക്വയറിലേക്ക് ഒരു പീരങ്കി ചീറ്റും. അതെന്ത് വിധേനയും തടയണം, കോബ്ര പെട്ടെന്ന് പറഞ്ഞു. ടാഷികി ഞെട്ടിപ്പോയി. ഇനി 7 മിനിറ്റ് കൂടിയല്ലേ ഉള്ളൂ. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. എന്നാൽ ഞങ്ങൾ താങ്കളെയും രക്ഷിച്ചിട്ട് സ്ഫോടനം തടയുമെന്ന് ടാഷികി പറഞ്ഞു. നേവിക്കാർ ആക്രമിക്കാൻ തയ്യാറായി. എന്റെ വഴിയിൽ നിന്ന് മാറ്. ഉടനെ നീക്കോ റോബിൻ തന്റെ ശക്തി ഉപയോഗിച്ച് സോൾജേഴ്സിന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചു. ഞാൻ ധൃതിയിലാണെന്ന് പറഞ്ഞില്ലേ? ഇല്ലേന്ന്. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അപ്പോൾ ഒരു സോൾജർ ടാഷികയോട് പറഞ്ഞു, സാർജന്റ് മേജർ, ഈ സ്ത്രീ ഇത് നീക്കോ റോബിനാണ്. എനിക്ക് ഉറപ്പാണ്. ക്യാപ്റ്റൻ സ്മോക്കർ പറഞ്ഞിട്ട് ഞാൻ ഇവളുടെ വാണ്ടഡ് പോസ്റ്റർ നോക്കിയിരുന്നു. അവളുടെ തലയിൽ ബൗണ്ടിയുണ്ട്. മാത്രമല്ല 20 വർഷം മുന്നേ ഇവൾ ലോകമൊട്ടാകെ പ്രശസ്തയായിരുന്നു. ആ സമയത്ത് വന്ന ന്യൂസ് ആർട്ടിക്കിൾ ഞാൻ ഓർക്കുന്നു. 6 നേവി കപ്പലുകൾ മുക്കിക്കളഞ്ഞ ഒരു സംഭവം ഉണ്ടായി. 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് അത് ചെയ്തതെന്ന പറയുന്നത്. ഏറ്റവും അപകടകാരിയായ സ്ത്രീ ആയിട്ടാണ് ഇവളെ ഗവൺമെന്റ് കണക്കാക്കുന്നത്. ഇവളുടെ തലയിലുള്ള ബൗണ്ടി എനിക്ക് തെറ്റിയില്ലെങ്കിൽ 79 മില്യൺ ബെറിയാണ്. എന്നിരുന്നാലും ഇവൾ പെട്ടെന്ന് അപ്രത്യക്ഷയായി. ചിലപ്പ് നിർത്തടാ, റോബിൻ പൊട്ടിത്തെറിച്ചു. നിങ്ങൾ വഴിയിൽ നിന്ന് മാറുന്നുണ്ടോ അതോ എല്ലാവർക്കും മരിക്കണോ? എന്താണ് വേണ്ടത്? ഇവൾക്കെതിരെ എത്ര ഭടന്മാര് വന്നിട്ടും കാര്യമില്ല. സർജന്റ്, എല്ലാവരും സ്ക്വയറിലേക്ക് പോയി സ്ഫോടനം തടയൂ, ടാഷികി പറഞ്ഞു. പക്ഷേ പെട്ടെന്നാവട്ടെ, 6 മിനിറ്റ് കൂടിയേ ഉള്ളൂ. യെസ് മാം. ടാഷികി ഒറ്റയ്ക്ക് നീക്കോ റോബിനെ നേരിടാൻ തയ്യാറായി. അദ്ദേഹത്തെ വെറുതെ വിടൂ, അവൾ പറഞ്ഞു. എന്റെ വഴിയിൽ നിന്ന് മാറാനല്ലേ പറഞ്ഞത്? ഉടനെ നീക്കോ റോബിൻ പവർ ഉപയോഗിച്ച് ടാഷികയുടെ വാൾ അവൾക്ക് നേരെ തന്നെ പിടിച്ചു. ടാഷികി നിസ്സഹായായിരുന്നു. കൊട്ടാരത്തിൽ ലൂഫി മതിലിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുകയായിരുന്നു. അയ്യോ, ജസ്റ്റ് മിസ്. അവന്റെ വലത്തെ കൈ പ്രശ്നമാണ്. ആ മുറ്റം മുഴുവൻ മരുഭൂമിയായി മാറിയെന്നേ. അവൻ എവിടെ പോയി ആ തെണ്ടി? അപ്പോൾ ക്രോക്കഡൈൽ ലൂഫിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നീ എന്റെ സമയം വെറുതെ കളഞ്ഞു. അയാൾ വലത്തെ കൈ കൊണ്ട് ലൂഫിയുടെ കഴുത്തിൽ കയറി പിടിച്ചു. ലൂഫി പെട്ടെന്ന് വെള്ളം മേളിലോട്ട് അയാൾക്ക് നേരെ തുപ്പി. പക്ഷെ ക്രോക്കഡൈൽ അത് ഒഴിഞ്ഞു മാറി. നിനക്ക് തെറ്റി. അയാൾ ലൂഫിയെ ഉണക്കി. ശരീരത്തിലെ നീര് പറ്റി ലൂഫി ഉണങ്ങി വരണ്ടു. സ്ട്രോഹാറ്റ് പറന്നുപോയി. നീ പിന്നെയും തോറ്റു മുഗിവാറാനോ ലൂഫി.